ഹലോ ഹായ് നമസ്കാരം. ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് കഴിഞ്ഞ 6 വർഷമായി ദുബായിലും ഷാർജയിലുമൊക്കെ ബിസിനസ് നടത്തുന്ന RK ഗ്രൂപ്പിൻ്റെ MD മിസ്റ്റർ അഹമ്മദ് കബീറാണ്. ഒരുപാട് സന്തോഷത്തോടെ ആ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. ഒരുപാട് സന്തോഷം. പാലക്കാട് എടപ്പാൾ സ്വദേശി, എടപ്പാൾ പടിഞ്ഞാറങ്ങര. നമുക്ക് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ വിജയകരമായിട്ട് മുമ്പോട്ട് പോകുന്നൊരു ബിസിനസ് ഉണ്ട് RK ഗ്രൂപ്പിൻ്റെ. കഴിഞ്ഞ 6 വർഷമായിട്ട് ദുബായിലും ഷാർജയിലും ഒക്കെ ആയിട്ട് വളരെ മികച്ച രീതിയിൽ ഒരുപാട് ആൾക്കാർക്ക് വഴികാട്ടി എന്ന് പറയാം അല്ലേ. അതവിടെ നിൽക്കട്ടെ, നമുക്ക് പാലക്കാട് എടപ്പാളിൽ നിന്ന് തന്നെ തുടങ്ങാം. ജനിച്ച വളർന്ന നാട്ടിൽ നിന്ന് തുടങ്ങാം. വിദ്യാഭ്യാസം കഴിഞ്ഞു, അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? പടിഞ്ഞാറങ്ങാടിയിലാണ് ഞാൻ എൻ്റെ ഹൈസ്കൂൾ വരെ പഠിച്ചത്. ഓക്കെ. പിന്നെ ഞാൻ +2 പഠിച്ചതും പടിഞ്ഞാറങ്ങാടി തന്നെ. പിന്നെ ഞാൻ ITI പഠിച്ചത് കോഴിക്കോട് മർക്കസിലായിരുന്നു. ITI എന്തായിരുന്നു പഠിച്ചത്? ITI ഞാൻ വയർമാൻ ഇലക്ട്രീഷ്യൻ കോഴ്സായിരുന്നു പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ KSEBയിൽ ഷൊർണൂർ KSEBയിൽ കൊളപ്പുള്ളിയിൽ അപ്രന്റീഷിപ്പായി ഒരു 1 ഇയർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് പോളിടെക്നിക്ക് പഠിക്കാനാണ്, കോഴിക്കോട് വെസ്റ്റേയിൽ. അത് ഈവനിങ് ബാച്ചായിരുന്നു. ഡിപ്ലോമയ്ക്ക് പോയി. അത് ഈവനിങ് ബാച്ചാണ്. വൈകിട്ട് നമ്മൾ ജോലി കഴിഞ്ഞൊരു 5:30 മുതൽ 10 മണി വരെയാണ് ക്ലാസ് വരുന്നത്. 4 ഇയറാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ KSEBയിൽ കയറി, സബ്സ്റ്റേഷനിൽ കയറി. പിന്നെ അവിടുന്ന് നേരെ പോണ്ടിച്ചേരി പോയിട്ട് പിന്നെ BTech പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ MTechന് പോയി, നമ്മളെ ഈസ കോളേജ് വാളയാറിൽ. അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അതിന് മുന്നേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു, ഗൾഫിലേക്ക് വന്നു. ആദ്യമായിട്ട് ദുബായിൽ വരുമ്പോൾ എന്തായിരുന്നു നമ്മുടെ ഒരു പ്ലാൻ? എന്തായിരുന്നു? ജോലി കിട്ടി വന്നതാണോ? അതെ, ജോലി മുന്നേ പറഞ്ഞിട്ട് വന്നത് തന്നെയാണ്. നാട്ടിൽ ബിസിനസ് ഒന്നും ചെയ്തില്ല? നാട്ടിൽ ഞാൻ ഒരുപാട് ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിസിനസിന്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദുഃഖം ഉള്ളിൽ കിടപ്പുണ്ട്. എനിക്ക് തോന്നി എന്തൊക്കെയോ പരിപാടി ഇവിടെ കാണിച്ചിട്ട്. അതെ. നാട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിജയിക്കാൻ പറ്റിയില്ല. എന്തൊക്കെയായിരുന്നു നാട്ടിൽ ചെയ്തത്? ശരിക്കും നാട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു 10ാം ക്ലാസ് മുതൽ തന്നെ ജ്യേഷ്ഠന്മാരുടെ ബിസിനസ്സിന് ഞാൻ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് പല കച്ചവടം, ഇപ്പോൾ ഒരു ഉത്സവപ്പറമ്പിലാണെങ്കിലും അതല്ലെങ്കിൽ ഫ്രീലാൻസായിട്ട് പല ബിസിനസ്സുകളും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റായിട്ട് ഇപ്പോൾ ചെയ്തത് ഒരു മാർക്കറ്റ്, പടിഞ്ഞാറങ്ങാടിയിലൊരു AVK സൂപ്പർ മാർക്കറ്റ് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ മീൻ സ്റ്റാൾ ഉണ്ടായിരുന്നു, അതേപോലെ പച്ചക്കറി, അങ്ങനെ പലവിധ കച്ചവടം ഉണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും ഒരു കുടക്കയിൽ അതിപ്പോഴും ഉണ്ട് സ്ഥാപനം. പക്ഷേ അത് നമുക്ക് അവിടെ വെച്ചിട്ട് നാട്ടുകാരുടെ സപ്പോർട്ട് വല്ലാണ്ട് കിട്ടിയില്ല. പിന്നെ പൊളിറ്റിക്സിൻ്റെ കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. കാരണം നാട്ടിൽ ലൈസൻസ് എടുത്തൊരു ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ കുറേ ബിസിനസ്സൊക്കെ ചെയ്ത് കൈയൊക്കെ ശരിക്ക് പൊള്ളി പിന്നെ പറ്റില്ല എന്ന് തോന്നി, നമുക്ക് അവിടെ പറ്റില്ല. അങ്ങനെയാണ് ദുബായിലേക്ക് ഒരു ചിന്ത. അതെ. അതിൻ്റെ ഇടയിൽ എൻ്റെ വൈഫിൻ്റെ ഫാദർ, പുള്ളിയാണ് പുള്ളി യൂസഫ് അലിക്കാടെ കൂടെ ഒരു 30 വർഷമായിട്ട് പുള്ളി ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ എൻ്റെ മാരേജിനൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹം ഓഫർ ചെയ്തിരുന്നു, ഇനി അങ്ങോട്ട് പോയോ, 2 പേർക്ക് അവിടെ ജോലി തരാമെന്നൊക്കെ. പക്ഷെ അന്ന് ഞാനൊരു ബിസിനസ്മാനായിരുന്നു. അപ്പം നമ്മളെ ചിന്തയിൽ എന്തിനും ഞാൻ UAE പോകണം. അതെ, നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ഫണ്ട് ഉണ്ടാക്കാം, സ്വന്തമായിട്ടൊരു ബിസിനസ് തന്നെയാണല്ലോ എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നത്. വെച്ചാൽ നമ്മളൊന്നും ബിസിനസ് പഠിച്ചു വന്നതല്ല, ഇതിൽ ഇറങ്ങി പഠിച്ചവരാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തായാലും ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ടോക്ക് ചെയ്തിട്ട് എൻ്റെ ബിസിനസ്സുകാരെ കൊണ്ട് പിടിപ്പിക്കാൻ എനിക്ക് പറ്റും. നമ്മുടെ സാധനങ്ങൾ വിൽക്കാൻ നമുക്കറിയാം, സാധനം വിൽക്കാൻ അറിയാം. അപ്പോൾ അത് തന്നെയായിരുന്നു നമുക്ക് നാട്ടിലൊരു നാടൻ ശൈലിയിൽ തന്നെ ഞാനും ഇവിടെയും ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ, നമുക്ക് 2 രീതിയിലാണ് ബിസിനസ് ചെയ്യാൻ പറ്റുക. ഒന്നുകിൽ ക്വാണ്ടിറ്റി കുറച്ചിട്ട് അതിന് ഹൈ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് വലിയ പ്രോഫിറ്റ് എടുക്കാം. രണ്ടാമത്തേത് എന്ന് വെച്ചാൽ നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ലോ പ്രൈസിൽ കൊടുക്കാം, നോർമൽ പ്രോഫിറ്റ് എടുത്തിട്ട് ഒരുപാട് ബിസിനസ് ഉണ്ടാക്കാം. അതെ. സാധാരണ നമുക്കിപ്പോൾ ഒരു കസ്റ്റമർ അറിയാതെ നമുക്കൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അവരെ തുടർന്ന് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. കാരണം അവർ പല ജോബിലാണെങ്കിലും അവർ ഫാമിലിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഈ സമയത്ത് നമ്മൾ കോൾ ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ആ പ്രഷർ നമ്മുടെ സ്റ്റാഫുകൾ കേൾക്കേണ്ടി വരും. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളുള്ള സ്റ്റാഫുകൾ എന്ന് വെച്ചാൽ വലിയ വലിയ കമ്പനിയിൽ ഇവർ വർക്ക് ചെയ്തിട്ട് ആ പ്രഷർ താങ്ങായിട്ടാണ് അവർ വന്നത്. അപ്പോൾ അവർ പറയുന്നത് അവരെ ഉള്ളിലുള്ള കഴിവ് അവർക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്, നമ്മൾ പ്രഷർ കൊടുക്കുന്നില്ല.
അപ്പോൾ അവർക്ക് എന്താ ചെയ്യുക, അവിടെ അവർ ക്ലോസ് ചെയ്യുന്നതിൻ്റെ 2 ഇരട്ടി 3 ഇരട്ടി അവർക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്ന് പ്രൈസ് വൈസിൽ വളരെ ചീപ്പാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ MOE മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ്റെ അപ്രൂവലുള്ള സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ അതിലിപ്പോൾ ഈ ജാമിയ ഹംദർദ്, അതേപോലെ അലിഗഡ് യൂണിവേഴ്സിറ്റി, മിസോറാം യൂണിവേഴ്സിറ്റി, മണിപ്പാൽ യൂണിവേഴ്സിറ്റി, അതേപോലെ ഈ കോപ്സിൻ്റെ ലിസ്റ്റിലുള്ള NIOS, അതേപോലെ ബോസെ, ജാമ്യ ഉറുദു, അങ്ങനെ ഒരുപാട് ബോർഡുകളുണ്ട്. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഗവൺമെൻറ് നിശ്ചയിച്ച ഗോപ്സി ബോർഡുണ്ട്, COBSC. ഈ ബോർഡിൽ അംഗീകരിക്കപ്പെട്ട ബോർഡുകളിൽ നമ്മൾ ഈ പ്രൈമറി എഡ്യൂക്കേഷൻ SSLC +2 അതിൽ പഠിച്ചവർക്ക് മാത്രമാണ് ഹയർ എഡ്യൂക്കേഷൻ എലിജിബിലിറ്റി ഉള്ളത്. പിന്നെ വർക്കിംഗ് പ്രൊഫഷണലുകൾ അവരിപ്പോൾ ചെറിയ പ്രായത്തിൽ ഇവിടെ വന്ന് അവരെ കമ്പനീൻ്റെ സിസ്റ്റം കംപ്ലീറ്റ് അവർക്ക് അറിയാം. അയാൾക്ക് മേലേക്ക് കയറണമെങ്കിൽ എന്താ വേണ്ടത്, ഒരു എഡ്യൂക്കേഷൻ. അതെ. അപ്പോൾ ഈ വർക്കിംഗ് പ്രൊഫഷണലുകൾക്ക് നമ്മൾ മുൻകൂട്ടി പറയുന്നുണ്ട് അവരെ അടുത്ത്, ഇതുകൊണ്ട് നിങ്ങൾക്ക് മൈഗ്രേഷന് പർപ്പസ് നടക്കുമോ, അല്ലെങ്കിൽ വെസ് കിട്ടുമോ, അല്ലെങ്കിൽ അറ്റസ്റ്റേഷൻ സൗദി കിട്ടുമോ, അല്ലെങ്കിൽ PSC അപ്രൂവൽ, എല്ലാ കാര്യവും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് നമ്മൾ ഓരോ അഡ്മിഷൻ എടുക്കാറുള്ളൂ. കറക്റ്റായിട്ട് നമ്മൾ എന്താണ് പ്രശ്നം അത് ക്യൂർ ചെയ്യാനുള്ള കാര്യം പറഞ്ഞു. അതെ, പറഞ്ഞുതരും. അത് ഏത് രീതിയിലാണ് പോകേണ്ടത്. നാളെ ഞാൻ അവർക്ക് PSC എക്സാം എഴുതണോ, PSC എക്സാം എഴുതണമെങ്കിൽ ഇന്ന അപ്രൂവൽസ് ഒക്കെ വേണം. അതേപോലെ ഇവിടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അപ്രൂവൽസുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലാണ് ഗവൺമെൻറ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അവരോട് പറയുന്നത് ഇക്വലൻസി എടുക്കണമെങ്കിൽ ഇവരെ ഫെഡറൽ അതോറിറ്റിയിൽ നിന്ന് ICA ട്രാവൽ ഹിസ്റ്ററി എടുക്കും. ഈ ട്രാവൽ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഈ ആൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ കോഴ്സ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സിറ്റിക്ക് DEB ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോൻ്റെ അപ്രൂവൽസ് ഉണ്ടോ, അതുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഓൺലൈൻ എക്സാം നടത്താനുള്ള അപ്രൂവൽസ് ഉണ്ടോ, അതുള്ള ഒരാൾക്ക് അബ്രോഡ് ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ തുടക്കത്തിലൊരു കാര്യം പറഞ്ഞു, നമ്മളൊരു വഴികാട്ടിയാണ്. അതെ, ശരിക്കും നമ്മുടെ സർവീസ് എന്താണ്? അതായത് ഒരാൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ ഒരു ഹയർ സ്റ്റഡീസിന് പോകണം. അപ്പോൾ അതിനുള്ള എലിജിബിലിറ്റീസ് എന്താണ്, അതിൻ്റെ ക്രൈറ്റീരിയസ് എങ്ങനെയാണ്, ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് നമുക്ക് ഇതുള്ളത്, അതൊക്കെ ഒന്ന് പറയാമോ? നമ്മളിപ്പോൾ ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ. അതിപ്പോൾ ഇവിടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അപ്രൂവ്ഡ് ഉള്ള ലിസ്റ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതുപോലെ ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ആരോട് ചോദിക്കും, എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്, എന്ത് ആവശ്യത്തിനാണ് നിങ്ങൾ ഇന്ന കോഴ്സുകൾ എടുക്കുന്നത്, ഫ്യൂച്ചർ എന്താണ് നിങ്ങൾ നോക്കുന്നത്. ഇതിനെ പറ്റി കറക്റ്റായിട്ടൊരു ആൻസർ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ അവരോട് സജസ്റ്റ് ചെയ്യുന്നത്. ഏജ് ലിമിറ്റ് ഉണ്ടോ? ഏജ് ലിമിറ്റ് ഇല്ല. സാധാരണ പ്രവാസികൾക്ക് ഈ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അവിടെയാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കിപ്പോൾ എത്ര സ്റ്റാഫ് ഉണ്ട് ഇവിടെ? നമുക്ക് മൊത്തം ഇപ്പോൾ ഒരു 18 സ്റ്റാഫ് ഉണ്ട്. നമ്മൾ വേറെ എന്തെങ്കിലും സർവീസ് ഉണ്ട്? എഡ്യൂക്കേഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ക്ലിയറിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓഫീസ് കിസീസിലാണ്. അവിടെ നമ്മൾ ഫാമിലി വിസ, അതേപോലെ ഈ റെസിഡൻസ് വിസ, പിന്നെ ഗോൾഡൻ വിസ, പിന്നെ ട്രേഡ് ലൈസൻസ്, അതേപോലെ ഈ ഓവർ ഫൈൻ ഒക്കെ വന്നവർക്ക് റെഡ്യൂസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ. ഇപ്പോൾ ലീഗലി സാർക്ക് ഇപ്പോൾ ഇവിടെ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം സാറിൻ്റെ ട്രേഡ് നെയിമിന് അപ്ലൈ ചെയ്യാം. ട്രേഡ് നെയിം നമ്മൾ അത് ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞ് അത് അപ്രൂവൽ ആയതിനു ശേഷമാണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ട്രേഡ് നെയിം എടുത്തിട്ട് ഈ ഏത് സ്ഥാപനമാണോ എവിടെയാണോ സാർ എടുക്കുന്നത് അവിടുന്ന് ഇജാരി വാങ്ങണം, ടെനൻസി കോൺട്രാക്റ്റ് മേടിക്കണം. അത് അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ടെനൻസി തരും. ഈ ടെനൻസി വെച്ചിട്ടാണ് പിന്നെ നമുക്ക് ലൈസൻസിൻ്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അത് സാർക്ക് 3 രീതിയിൽ ചെയ്യാം. സാർക്ക് സിംഗിളായിട്ട് സോളായിട്ട് ചെയ്യാം, അതല്ല ഇനി അറബിനെ ഏജൻറ്റ് മാത്രമായിട്ട് വെക്കാം. അതേപോലെ 100% അറബിക്ക് കൊടുത്തിട്ട് സാർക്ക് എന്താ പവർ ഓഫ് അറ്റോർണി എടുക്കാം. അറബിന് 100% വെക്കാനുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ വൗച്ചറിൽ ഗവൺമെൻറ് ഫീസിൽ നല്ലൊരു മാറ്റം കിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ ഒരു നമുക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. അതെ. ഫാമിലിയെ കുറിച്ച്? അതെ. ഫാമിലി ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത് ചെറുതുരുത്തി പള്ളത്തു നിന്നാണ്. ഫാദറിന്റെ പേരെന്താണ്? കുഞ്ഞുമൊയ്തു എന്നാണ് പേര്. വൈഫിന്റെ പേര് റുക്സാന. 2 കുട്ടികൾ. അവരും ഈ പേര് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. റുക്സാനയും കബീറും. അതെ, RK ഗ്രൂപ്പ്. മക്കളുടെ പേര് മുഹമ്മദ് കെൻസ്, മർസിയ ഖാത്തൂൻ. ഫാദറിന്റെ പേര് അലി അഹമ്മദ് എന്നാണ്. ഉപ്പാന്റെ AVK സൂപ്പർ മാർക്കറ്റ് പടിഞ്ഞാറങ്ങാടിയിൽ. പിന്നെ ഉമ്മ വീട്ടിൽ തന്നെയാണ്. പിന്നെ എനിക്ക് 4 ജ്യേഷ്ഠന്മാരുണ്ട്. നേരെ മൂത്ത ജ്യേഷ്ഠൻ്റെ പേര് റഹ്മത്തുള്ള, പിന്നെ റസീന, റഷീദ്, റഫീഖ്. വരുന്ന ഒരു തലമുറയ്ക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താണ്? അല്ല, അവർക്ക് വരേണ്ടതെന്ന് വെച്ചാൽ അവരാദ്യം അവരെ കാലിൽ നിന്നിട്ടേ ബിസിനസ് ആണെങ്കിലും എന്ത് വേണം ചെയ്യാൻ പാടും. ഏത് ജോലിയിലാണെങ്കിലും പ്രൊഫഷണൽ ആവുക എന്നുള്ളതാണ് മെയിൻ. അതെ. ഒരു സംരംഭകൻ അല്ലെങ്കിൽ ഒരാൾ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ വരുമ്പോൾ, അല്ലെങ്കിൽ സാറ് തന്നെ ബിസിനസ് തുടങ്ങിയപ്പോൾ ഉള്ള സപ്പോർട്ട് എങ്ങനെയാണ് ഗവൺമെൻറ്? ഫുൾ സപ്പോർട്ടാണല്ലോ എല്ലാ ഭാഗത്തും. നമുക്ക് ഇവിടെ ബിസിനസ് ചെയ്യാൻ
ഫുൾ സപ്പോർട്ട് കിട്ടുന്ന സ്ഥലം പറഞ്ഞാൽ UAE തന്നെയായിരിക്കും. അങ്ങനെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഇനിയും ബിസിനസ്സിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ. നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കായി പഠിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ സ്റ്റക്കായി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും RK ഗ്രൂപ്പിൽ വരിക. നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ശരിക്കും വഴികാട്ടി തന്നെയാണ് ഇവർ എല്ലാ തരത്തിലും. നമുക്ക് നല്ല ഹയർ സ്റ്റഡീസിന് അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ ക്ലിയറിങ്ങിന് എല്ലാ കാര്യത്തിനും വേണ്ടി RKയിലേക്ക് വരിക. കബീർ സാറിനെ കാണുക. അതിൻ്റെ ഒരു ഫുൾ ടീം എപ്പോഴും അവൈലബിൾ ആണ് ഫോണിൽ. എപ്പോൾ വിളിച്ചാലും അവർ ഫുൾ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അപ്പം എല്ലാ കാര്യത്തിലും ഇനിയൊരു യാത്രയിൽ എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.